CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ ജില്ലാ നേതൃത്വത്തിന് നിശ്ചിത വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വോട്ടുകൾ BJPക്ക് ചോർന്നു. ഈഴവ പട്ടികജാതി വോട്ടുകൾ ഭിന്നിച്ചു. ഏരിയ ലോക്കൽ സമ്മേളനങ്ങളിൽ വിഭാഗീയതയുണ്ടായി. കരുവന്നൂർ തട്ടിപ്പ് പാർട്ടിയെ ജില്ലയിലാകെ പ്രതിസന്ധിയിലാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ലെവിൻ കെ വിജയനുണ്ട് തൃശൂരിൽ നിന്ന്. ലെവിൻ, വിശദാംശം. അരുണ്യ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായ വോട്ട് ചോർച്ചയുണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ടിലെ മറ്റൊരു പരാമർശം. LDFന്റെ ശക്തി കേന്ദ്രങ്ങളായ ഈഴവ പട്ടികജാതി വോട്ടുകൾ ഭിന്നയിച്ചു. ഈഴവ പട്ടികജാതി കേന്ദ്രങ്ങളിൽ കടന്നുകയറി വോട്ടുകളെ സ്വാധീനിക്കാൻ BJPക്ക് ആയി. പട്ടികജാതി കോളനികൾ കേന്ദ്രീകരിച്ച് പണമൊഴുക്കിയും BJP തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാമർശങ്ങളായി ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം വോട്ടർമാരെ വലിയ നിലയിൽ സ്വാധീനിച്ചു. സുരേഷ് ഗോപിയുടെ മുന്നിൽ നിർത്തി മോഡിയുടെ ഗ്യാരണ്ടി, കേന്ദ്രമന്ത്രി, തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നുള്ളൊരു പ്രചാരണം ജനങ്ങളിൽ വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കാനായി. അതോടൊപ്പം തന്നെ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ പ്രീണന നിലപാടുകൾ LDF സ്വീകരിക്കുന്നു എന്നുള്ള പ്രചാരണം NDAക്ക് അനുകൂലമായി മാറി. ഇത് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുന്നതിന് കാരണമായി. BJP നവമാധ്യമങ്ങളിലൂടെ ക്യാമ്പയിനുകളിലൂടെ പ്രചാരണത്തിൽ മുൻതൂക്കം നേടി. ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളിലും തെരഞ്ഞെടുപ്പിൽ LDF പിന്നിലായി പോയി. ജില്ലയിലെ 47 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരേ ഒരു നഗരസഭ, ചാവക്കാട് നഗരസഭയിൽ മാത്രമാണ് LDFന് മുന്നിലെത്താനായത്. 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ UDFും 38 ഇടങ്ങളിൽ BJPയും ലീഡ് നേടിയെന്നും പരാമർശത്തിൽ ഉണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂരിലെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ വോട്ടുകൾ ഉണ്ടായി. പക്ഷെ അതിനെ മറികടക്കാൻ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ എടുത്തു ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരുന്ന മേഖലകളിൽ BJP കടന്നു കയറിയതുമാണ് പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായി CPM ചൂണ്ടിക്കാണിക്കുന്നത്. 86,000 വോട്ടുകൾ കോൺഗ്രസിന് കുറവുണ്ടായെങ്കിൽ പോലും ഈ ശ്രദ്ധിക്കാതെ പോയ മേഖലകൾ വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളൊരു വിലയിരുത്തലും ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലുണ്ട്. അതായത് LDFന്റെ ഇടതുപക്ഷത്തിന്റെ പ്രധാന ശക്തി കേന്ദ്രങ്ങളായിരുന്ന ഈഴവ വോട്ടുകളും പട്ടികജാതി വോട്ടുകളും ചോർന്നത് തന്നെയാണ് വലിയ ഒരു വിഷയമായി റിപ്പോർട്ടിൽ ഉയർത്തിക്കാണിക്കുന്നത്. അതിന് പ്രതിരോധിക്കാൻ LDFനായില്ല. അത് മുന്നേ കണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധ നടപടികൾ, മറ്റ് ക്യാമ്പയിനുകൾ നടത്താൻ LDFനായില്ല എന്നുള്ളതും റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ചില നേതാക്കളുടെ വഴിവിട്ട ഇടപാടുകൾ, വിദേശയാത്ര തുടങ്ങിയ കാര്യങ്ങളിലും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ചില നേതാക്കൾക്കെതിരായ ഉയർന്നു വന്ന പരാതികൾ ഗൗരവ സ്വഭാവം ഉണ്ടായിട്ടും അത് പരിശോധിക്കാൻ വേണ്ട വിധത്തിൽ പാർട്ടി സംവിധാനങ്ങൾക്കായില്ല എന്നുള്ളൊരു സ്വയം വിമർശനവും ഈ സംഘടനാ പ്രവർത്തന റിപ്പോർട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രവർത്തന റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും നമുക്ക് ഒരുപക്ഷെ ലഭിച്ചേക്കും. അതനുസരിച്ച് കൂടുതൽ വിവരങ്ങളും തുടർന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അരുണ്യ, അതാണ് പ്രവർത്തന റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന നിമിഷങ്ങളിൽ ഉണ്ടാകും. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.